റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാന പുരാരേഖ വകുപ്പിൽ നിയമന തട്ടിപ്പ്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി 3 താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകി. 10 വർഷത്തെ സേവനം ചൂണ്ടിക്കാട്ടിയാണ് ചട്ടവിരുദ്ധമായി നടപടി. എന്നാൽ തുടർച്ചയായി 10 വർഷം ഇവർ ജോലി ചെയ്തിട്ടുണ്ടോ? ജോലി ചെയ്തിട്ടില്ലെന്നായിരുന്നു ഓഡിറ്റിന്റെ റിപ്പോർട്ട്. 3 പേർക്കും സ്ഥിര നിയമനത്തിന് യോഗ്യതയില്ലെന്ന ഓഡിറ്റ് റിപ്പോർട്ട് പക്ഷേ വകുപ്പ് അവഗണിച്ചു. ശമ്പളം തിരിച്ചുപിടിക്കണമെന്നാണ് CAG-യുടെ നിർദ്ദേശം. നിയമന ഉത്തരവിന്റെയും CAG റിപ്പോർട്ടിന്റെയും പകർപ്പുകൾ ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, 3 പേർക്കും സ്ഥിര നിയമനത്തിന് യോഗ്യതയില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. പക്ഷേ അതിനെ മറികടന്ന് നിയമനം നൽകുന്നു, അവർക്ക് ശമ്പളം നൽകുന്നു. ഇത് CAG അന്വേഷിക്കേണ്ട വിഷയമായി മാറുന്നു. എന്താ സംഭവിച്ചത് റോഷി? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഒന്ന്, ഈ പുരാരേഖ വകുപ്പിൽ 3 തസ്തികകൾ അതൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചത്. അത് താൽക്കാലികമായ തസ്തികകളായിരുന്നു. ആ തസ്തികകൾ പിന്നീട് അത് സ്ഥിരം തസ്തികയാക്കി മാറ്റുകയാണ്. അതിൽ 3 പേരാണ് ഡോക്ടർ KG സ്മിത, ഡോക്ടർ B മായ, A ജസീല. ഈ 3 പേരെ താൽക്കാലിക തസ്തികയിൽ നിയമിക്കുന്നു. അത് 10 വർഷം പൂർത്തിയായെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സ്ഥിരപ്പെടുത്തുകയാണ് പേ സ്കെയിലിൽ. ഇതാണ് CAG ഓഡിറ്റിൽ ചൂണ്ടിക്കാട്ടുന്നത്. 2019 CAG ഓഡിറ്റ് ഇത് കണ്ടെത്തി. അവിടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത് സ്ഥിര നിയമനമെന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ടും അതിൽ തിരുത്തൽ വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. പിന്നീട് 2023 ഓഡിറ്റിൽ വീണ്ടും ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ടായി. അതിലൊന്ന്, ഇവരുടെ ശമ്പളം നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. പേ സ്കെയിൽ പ്രകാരം അവർ കൈപ്പറ്റിയ തുക അത് തിരിച്ചുപിടിക്കണമെന്ന സുപ്രധാനമായ നിർദ്ദേശം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ആ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് 2024 ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പുരാരേഖ വകുപ്പ് വീണ്ടും ഉത്തരവിറക്കുന്നു. ആദ്യം നേരത്തെ ഇറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങൾ അവഗണിച്ച് വീണ്ടും സ്ഥിരപ്പെടുത്തൽ. ആദ്യത്തെ ഉത്തരവിൽ പറയുന്നത് ഇവർ 10 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവരെ സ്ഥിരപ്പെടുത്തണം എന്ന ഒരു ഉത്തരവായിരുന്നു ആദ്യഘട്ടത്തിൽ ഇറങ്ങിയത്. അതിനുശേഷം ഓഡിറ്റിൽ ഇത് തെറ്റാണെന്ന് പറയുന്നു. അത് അവഗണിച്ച് 2024 അവരെ സ്ഥിരപ്പെടുന്നു. ഒന്ന്, ഇത് പ്രോജക്ട് തസ്തികയാണ്. ആ തസ്തിക ഒരു കാരണവശാലും സ്ഥിരപ്പെടുത്താൻ പാടില്ല, കാരണം സ്ഥിരം തസ്തികയല്ല. എന്നിട്ട് പോലും സുപ്രീം കോടതിയുടെ അടക്കമുള്ള ഉത്തരവ് നിലനിൽക്കെയാണ് ഇങ്ങനെ താൽക്കാലിക നിയമനത്തിൽ ആ സ്ഥിരപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോഴും പരാതി അടക്കമുണ്ട്. CAG റിപ്പോർട്ടുകൾ 2 എണ്ണമുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ കാറ്റിൽ പറത്തിയാണ് പുരാരേഖ വകുപ്പിൽ ഈ 3 ഉദ്യോഗസ്ഥന്മാരെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.